ഹോണ്ട അമേസ് 2024 അങ്ങനെ ഡൽഹിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. 7,99,990 റുപ്പീസാണ്. അതുമാത്രമല്ല ഹോണ്ട ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് 10 ലക്ഷത്തിന് താഴെ ആദ്യമായിട്ട് അഡാസ് ലെവൽ 2 ഉള്ളൊരു വാഹനം തന്നെയാണ്. സോ നമുക്ക് ഈ വാഹനത്തിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ഈ വാഹനത്തിനകത്ത് മേജറായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ലുക്സ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ് ലാംപ്സ് സ്റ്റാർട്ട് ചെയ്യാം. ബൈ പ്രൊജക്ടർ LEDs ആണ്. DRLs കാണാൻ സാധിക്കും. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് ഉണ്ട്, ആ ഫോഗ് ലാംപ്സിനകത്തും LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രില്ല് കാണുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഈ വാഹനത്തിന് എലിവേറ്ററിന് ഓർമ്മ വരും. പക്ഷേ എലിവേറ്റർ നോക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ആക്ച്വലി ഇതൊരു ഹെക്സഗണൽ ഷേപ്പാണ്. എലിവേറ്റർ കുറച്ചും കൂടി ഒരു സ്ക്വയറിഷ് ഷേപ്പാണെന്ന് കൂടി പറയാം. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബമ്പേഴ്സിൻ്റെ കേസ് ഇഫ് കമ്പയർ ടു Gen 2 വെച്ച് നോക്കുമ്പോൾ റീഡിസൈൻഡ് ആണെന്നുള്ള കാര്യം പറയാം. പിന്നെ ഹോണ്ട വാഹനങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള പ്രത്യേകതയാണ് ഈ വാഹനത്തിനകത്ത് വരുന്ന ഈ ഒരു ക്രോം സ്ട്രിപ്പ്. അപ്പോൾ ഹോണ്ട സിറ്റിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഐഡൻറ്റിറ്റി മാർക്കാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുതിയ ജനറേഷനിൽ വരുന്നത് ക്ലാം ഷെൽ ബോണറ്റാണ്. 2 ക്രീസസ് കൂടി കാണാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ബോണറ്റിൻ്റെ താഴെ വന്ന എഞ്ചിൻ്റെ അകത്ത് മേജറായിട്ടുള്ള ഒരു മാറ്റങ്ങളില്ല. ലൈക്ക് നമ്മൾ Gen 2 കണ്ട സെയിം എഞ്ചിനാണ്. ചെറിയ രീതിക്ക് ട്യൂണിങ് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഹോണ്ട പറയുന്നത്. അതെല്ലാം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് പോകാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് വളരെ കുറഞ്ഞ ഓവർ ഹാങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓവർ ഹാങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഓവർ ഹാങ് കുറയുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നല്ല രീതിക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കേസ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസിലെ വാഹനമാണ്. ടയർ സൈസിനകത്ത് വലിയ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 15 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. MRFൻ്റെ ആണ് ടയേഴ്സ് വരുന്നത്. ഇതൊരു നോർമൽ കുറേ സ്പോക്സിലൊരു അലോയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടയർ. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ORVMൻ്റെ അകത്ത് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ORVM ഡോറിലേക്ക് വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വിസിബിലിറ്റി ആയിരിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റിലെ ആ ഒരു ORVMൻ്റെ അകത്ത് ലെയിൻ വാച്ച് ക്യാമറ ഉണ്ട്. ഇനി ഏറ്റവും കൂടുതൽ അറിയേണ്ടത് വെച്ചാൽ ഇതിൻ്റെ കോമ്പറ്റീറ്ററിന് സൺറൂഫ് ഉണ്ട്. ഹോണ്ട അമേസിന് സൺറൂഫ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഹോണ്ട അമേസിൻ്റെ ഒരു വാഹനത്തിനകത്തും സൺറൂഫില്ല. ലൈക്ക് ഏത് വേരിയൻ്റ് എടുത്താലും സൺറൂഫില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സേഫ്റ്റിക്ക് വേണ്ടി കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അഡാസിൻ്റെ ലെവൽ 2 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു പറയാം, ഈ ഒരു വാഹനമാണ് ഇന്ന് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വില കുറഞ്ഞ അഡാസ് ലെവൽ 2 ഉള്ള വാഹനം. സോ റിക്വസ്റ്റ് സെൻസേഴ്സ് ഉണ്ട് 2 ഡോസിൻ്റെ അകത്തും. പുതിയ അമേസിൻ്റെ ഈ ഒരു ഭാഗത്ത് മേജറായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം മാരുതി ഡിസൈറിൻ്റെ കേസിൽ നല്ല രീതിക്കുള്ള ഇൻകോപ്പറേഷൻ ആയിരുന്നു. ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഇഫ് കമ്പയർ ടു ഡിസയർ വെച്ച് നോക്കുമ്പോൾ ഈ മാത്രം ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് വരുന്ന ഹ്യൂമങ്കസ് ആയിട്ടുള്ള ബൂട്ട് കപ്പാസിറ്റിയാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കൃത്യമായി നോക്കുകയാണെങ്കിൽ 416 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ നമുക്കൊരു സ്പെയർ വീലും കൂടി കൊടുത്തിട്ടുണ്ട്. സെയിം അലോയ് പാറ്റേൺ അല്ല, പക്ഷേ എന്നാലും ഒരു സ്പെയർ ഉണ്ട്. ഡൗൺ സൈസ്ഡ് ആണെന്ന് പറയാം. ഇനി സ്റ്റൈലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു മാറ്റം ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ആ ഒരു ക്ലസ്റ്ററിലെ മാറ്റമുണ്ട്. സ്ലീക്ക് ആക്കിയിട്ടുണ്ട്. IV ടെക്കിൻ്റെ ബാജിങ് ഉണ്ട്. അതുപോലെ തന്നെ അമേസിൻ്റെ ബാജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമേസിൻ്റെ 3rd ജനറേഷനിൽ വന്നപ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ബമ്പർ ഇതിൻ്റെ 2nd ജനറേഷൻ പോലെ തന്നെയാണ്. കംപ്ലീറ്റ്ലി ഫ്ലാറ്റാണ്. ഇവിടെ ചെറിയൊരു ട്വീക്ക് വരുത്തായിരുന്നു. ഇനി നമുക്ക് നോക്കാം വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കമ്പനി പറയുന്നത് വെച്ചാൽ വാഹനം കുറച്ചും കൂടി പ്രീമിയം ഒക്കെ ആക്കിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് ഇൻറ്റീരിയേഴ്സ് ചെക്ക് ചെയ്യാം. 3rd ജനറേഷൻ അമേസിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് വന്നപ്പോൾ കമ്പനി പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചും കൂടി പ്രീമിയം ആക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. സോ എവിടേക്കാണ് ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത് നമ്മൾ Gen 2 വെച്ചിട്ടാണ്. സോ കംപ്ലീറ്റ്ലി മാറ്റമുണ്ട്. എവിടെയൊക്കെ നമുക്ക് ഇതിനെ എലിവേറ്റിൻ്റെ ഫീൽ നൽകും, പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജും ഈ ഒരു ക്ലസ്റ്ററും. സോ അതിന് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ നമ്മൾ ഹോണ്ട സിറ്റിയിൽ കണ്ട സെയിം സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ വോളിയം കൺട്രോൾസ്, ഹോം ബട്ടൺ, അതുപോലെ തന്നെ ടെലിഫോണിക് കൺട്രോൾസും. റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തിനകത്ത് അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. ആ ഒരു സ്വിച്ചസ് ഒക്കെ കാണാൻ സാധിക്കും. ഫ്ലാറ്റ് ബോട്ടം അല്ല, പ്രോപ്പറായിട്ട് ഒരു റൗണ്ട് സ്റ്റിയറിംഗാണ് വരുന്നത്. ഈ ഭാഗത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഒരു അനലോഗ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻ്റർഫേസ് ആണ്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് അലോൺ ടൈപ്പ് ഓഫ് ഇൻഫോർടൈൻമെൻ്റ് ആണ്. 8 ഇഞ്ചാണ്. ഇതിൻ്റെ അകത്ത് സ്പീക്കർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് 6 സ്പീക്കർ സെറ്റപ്പാണ്. സോ നമുക്ക് 2 ട്വീറ്റേഴ്സ് ഇതിൻ്റെ പില്ലറിൻ്റെ ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. AC-യുടെ വെൻറ്റൊക്കെ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെയാണ് ഈ വാഹനത്തിനെ കുറച്ചും കൂടി പ്രീമിയം ആക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു ക്രോം, ശരിക്കും മെഷ് ക്രോം പോലത്തെ ഒരു ഫീലുള്ള സംഭവം പോയിട്ടുണ്ട്. AC-യുടെ കൺട്രോൾസൊക്കെ എലിവേറ്ററിൽ കണ്ട സെയിം കൺട്രോൾസാണ്. അതുമാത്രമല്ല ഈ ഒരു ഏരിയയും ഞാൻ പറഞ്ഞ പോലെ എലിവേറ്ററിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്. USB-A വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് മാനുവലാണ്. ഇതല്ലാതെ നമുക്കൊരു CVT ഓട്ടോയും കൂടി അവൈലബിൾ ആണ്. സീറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബോൾസ്റ്റേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഓക്കെയാണ്. കാരണം ഹോണ്ട വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ സീറ്റ്സ് തന്നെയാണ്. സോ കുഷനിയാണ്. 6 എയർ ബാഗ് വരുന്നുണ്ട്. വാഹനം സേഫറാണ്.
IRVMൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻറ്റർലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, മാനുവൽ ആയിട്ടാണ്. പക്ഷേ മേജർ ആയിട്ടുള്ള മിസ്സ് കാരണം കോമ്പറ്റീറ്റർ സൺ റൂഫ് കൊടുക്കുന്നുണ്ട്, സോ ഇതിനകത്ത് സൺ റൂഫ് വരുന്നില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്ക്. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഈ വാഹനം ഓടിക്കും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇനി ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ വാഹനത്തിനകത്ത് 35 mm വീതി കൂടിയിട്ടുണ്ട്, അത് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ റിയർ എൻഡിലും ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പെട്ടെന്ന് നോക്കാം. അമേസ് 2024 അതായത് ജെൻ 3യുടെ സെക്കൻഡ് റോലാണ്. അപ്പോൾ ഇവിടെയാണ് ഈ വാഹനം കുറച്ചുകൂടി പ്ലഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ചോദിക്കുന്നത് മാക്സിമം ബാക്കിലേക്കാണ്, എന്നിട്ട് എനിക്ക് മാക്സിമം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ മുട്ടുകൾ ഇവിടെയും തട്ടുന്നില്ല. സോ ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഡിസയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസയറിനെക്കാളും കൂടുതൽ അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആംഗിളൊക്കെ പെർഫെക്റ്റ് ആണ്. എവിടെയൊക്കെ നമുക്ക് ഹോണ്ട സിറ്റി ലൈറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ സോ മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ എവിടെ വന്നിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ AC വെൻസ് വരുന്നുണ്ട്. സോ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബാക്കിൽ നമുക്കൊരു USB-യുടെ ഒരു പോർട്ട്, ആക്ച്വലി 12 വോൾട്ടിൻ്റെ ചാർജറാണ്, നമുക്കതിനെ USB ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹെഡ് റൂമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എൻ്റെ തല തട്ടുന്നില്ല. അത് മാത്രമല്ല 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിന് നമുക്ക് ഹൈറ്റ് കൂട്ടാനൊന്നും പറ്റില്ല, പക്ഷേ 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്. 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ് 3 പേർക്കുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഹോണ്ട സിറ്റി വാഹനങ്ങളെ പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ തട്ടി നിൽക്കും. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്യൂണിറ്റീസിൻ്റെ കേസിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല, സൺ ബ്ലൈൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റൂഫ് താഴേക്ക് പോകുമ്പോൾ ഈ ഒരു ഏരിയയിൽ ശരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായി തട്ടുന്നത്. അപ്പോൾ ഞാൻ നോർമലി ഇരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ നമ്മൾ ചാരി ഇരിക്കുമ്പോൾ ഒരു 6 ഫൂട്ടർ ഹൈറ്റിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഇവിടെ തല തട്ടാനുള്ള ചാൻസസ് വളരെയേറെ കൂടുതലാണെന്ന് പറയാം. സോ ഇതാണ് പുതിയ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. സോ ഈ മാത്രമല്ല കുറേയേറെ പ്രത്യേകത, കാരണം ഇതിൻ്റെ AC ഒക്കെ കുറച്ചും കൂടി പെട്ടെന്ന് തണുക്കും ഇഫ് കമ്പയർ ടു ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ എന്നൊക്കെയാണ് ഹോണ്ട പറയുന്നത്. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഈ വാഹനം നമ്മൾ ഓടിക്കും ഈ വരുന്ന 12-ാം തീയതി. അതിനുശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡ്രൈവ് റിവ്യൂ ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും അവൈലബിൾ ആയിരിക്കും.